എന്റെ പേര് കാർത്തികേയൻ. യൂട്യൂബിൽ കണ്ടതിനു ശേഷം ഞങ്ങൾ ഈ നെൽപ്പാടത്തിന് അഭിമാൻ ഉപയോഗിച്ചു. അഭിമാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം 25 ദിവസമായി. അതിനുശേഷം സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. അതിനാൽ അവർ ഞങ്ങളോട് ഓർബിക്സ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഓർബിക്സ് ഉപയോഗിച്ചു. ഇതുവരെ ഉപയോഗിച്ച വളം വിളയ്ക്കു പര്യാപ്തമല്ലെന്ന് അവർ പറഞ്ഞു. അടുത്തതായി ഏത് വളം ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അവരോട് ചോദിക്കാൻ പോകുന്നു. ആ മാവ് ഇത് ഉപയോഗിക്കുന്നത് മുൻപ് വരെ പൂത്തിട്ടില്ല. ഈ പറമ്പിൽ ഉപയോഗിക്കുന്ന ഔഷധ ജലവും അതിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് നന്നായി പ്രവർത്തിക്കുന്നു. നേരത്തെ ഫലം കായ്ക്കാത്തതിനാൽ മരം വെട്ടിമാറ്റാൻ ഞാൻ ആലോചിച്ചു. എന്നാൽ FL77 ഉപയോഗിച്ചതിനു ശേഷം മാത്രമേ ആ മരത്തിൽ ഇത്രയും നീളത്തിൽ പൂവ് വളർന്നിട്ടുള്ളൂ. മുമ്പ് അത് അത്രയും വളരില്ലായിരുന്നു. ഇപ്പോൾ നോക്കൂ, അതിന്റെ വലുപ്പം കൂടുതലായിരിക്കുന്നു. മുമ്പ് ഇത് ഇതിനേക്കാൾ കൂടുതൽ വളരില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിമാൻ, ഓർബിക്സ്, FL77 എന്നിവ ഉപയോഗിച്ചതിനു ശേഷം ഒരു നല്ല മാറ്റമുണ്ട്. എനിക്ക് ഈ വളം തുടർന്നും ഉപയോഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചു. ഹലോ, ഞാൻ നാഗൈ ജില്ലയിലെ വേദാരണ്യത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. എന്റെ പേര് കാർത്തികേയൻ. യൂട്യൂബിൽ കണ്ടതിനു ശേഷമാണ് ഞങ്ങൾ ആദ്യം ഈ മരുന്ന് തെങ്ങിൽ ഉപയോഗിച്ചത്. പിന്നീട് നെൽപ്പാടത്തിനും അഭിമാൻ ഉപയോഗിച്ചു. നെൽകൃഷിക്ക് ഒരു ടാങ്കിൽ 300 മില്ലി എന്ന തോതിൽ കലർത്തി 2 പാടങ്ങൾക്കും ആകെ 6 ടാങ്കുകൾ ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചതിനു ശേഷം ഏകദേശം 20 ദിവസത്തിനു ശേഷം ഞങ്ങൾ ഓർബിക്സും ഉപയോഗിച്ചു. അഭിമാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം 25 ദിവസമായി. അതിനുശേഷം സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. അതിനാൽ അവർ ഞങ്ങളോട് ഓർബിക്സ് ഉപയോഗിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ അത് ഉപയോഗിച്ചു. വളം വിളയ്ക്ക് പര്യാപ്തമല്ലെന്ന് അവർ പറഞ്ഞു. അടുത്തതായി ഏത് വളം ഉപയോഗിക്കണമെന്നും ഞങ്ങൾ ചോദിക്കാൻ പോകുന്നു. ആ മാവിന് മുമ്പ് ഒരിക്കലും പൂത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് നല്ല നിലയിലാണ്. മുമ്പ് മുറിക്കേണ്ടിയിരുന്ന മരം ഇപ്പോൾ ജീവനോടെയുണ്ട്. FL77 ഉപയോഗിച്ചതിനു ശേഷം മാത്രമാണ് മരം ദീർഘവും നന്നായി പൂത്തത്. നേരത്തെ അത് ചെറിയ അളവിലായിരുന്നു. ഇപ്പോൾ നല്ല വളർച്ചയുണ്ട്. 1/2 ലിറ്റർ മരുന്ന് ഞങ്ങൾ 2 ഭാഗങ്ങളായി വിഭജിച്ച് ഒരു ടാങ്കിൽ 1/4 ലിറ്റർ ഉപയോഗിച്ചു. കീടനിയന്ത്രണത്തിനും ഞങ്ങൾ അത് ഉപയോഗിച്ചു. തൽഫലമായി സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. ഞങ്ങൾ പൂച്ചെടിക്കും ചുണ്ടങ്ങ ചെടികൾക്കും നൽകുന്നു. ചുണ്ടങ്ങ ചെടിയുടെ മുകളിലെ ശാഖകളിൽ പുതിയ ചിനപ്പുപൊട്ടൽ ഉയർന്നുവരുന്നു. ഇലകളും പുതുമയോടെ വളരുന്നു. പുതിയ ശാഖകൾ രൂപം കൊള്ളുന്നു. വളർച്ച വ്യക്തമായി കാണാം. അതുപോലെ മറുവശത്ത് പുതിയ ശാഖകളും പൂക്കളും രൂപം കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. ഇവയെല്ലാം അടുത്തിടെ സംഭവിച്ച പുതിയ വളർച്ചകളാണ്. അഭിമാൻ, ഓർബിക്സ്, FL77 എന്നിവ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചത്. അവ തുടർന്നും ഉപയോഗിക്കാൻ ഇത് എനിക്ക് ആത്മവിശ്വാസം നൽകി. അതുപോലെ അവിടെയുള്ള മഞ്ഞ ജമന്തി പൂക്കളുടെ വിളയ്ക്കും നേരത്തെ വലിയ നാശനഷ്ടമുണ്ടായി. ഇപ്പോൾ അത് സ്ഥിരമായി വളരുകയാണ്.